മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങൾ കർശനമാക്കി MVD. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിപണിയിലെ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. അംഗീകാരമില്ലാത്ത ഡീലർമാർക്കെതിരെ കർശന നടപടി ആരംഭിച്ചതായും MVD. RV സനോബ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സനോബ്, എന്തൊക്കെയാണ് MVD കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ? വിനിഷ, ഈ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നതായിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പൊതുജനത്തിന് ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമങ്ങൾ കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വാഹനങ്ങൾ വിൽക്കുമ്പോൾ അംഗീകൃത ഡീലർമാരെ മാത്രം സമീപിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഫോം 47 അത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഈ അംഗീകൃത സ്ഥാപനമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവിടെ ഫോം 47 ഉണ്ടാവും. അതേപോലെ തന്നെ വാഹനം കൈമാറുമ്പോൾ ഡീലറിൽ നിന്നും ഉറപ്പായിട്ടും ഫോം 29C കൈപ്പറ്റുക. അതായത് വാഹനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഡീലറുടേതായി മാറുന്ന നിയമമാണ് ഫോം 29C എന്ന് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട്. അംഗീകാരമില്ലാത്ത ഡീലർമാർക്ക് വാഹനം നൽകുന്നത് വഴി ഭാവിയിൽ ആ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ആ വാഹനം ഉപയോഗിച്ചാൽ അതിന്റെ യഥാർത്ഥ ഉടമ തന്നെയായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരിക എന്നുള്ള കാര്യം കൂടി മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അനധികൃത ഡീലർമാരുടെ മുമ്പിൽ പോവാതെ അംഗീകൃത ഡീലർമാരുമായിട്ട് മാത്രം ഡീലർഷിപ്പുകൾ നടത്താൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അനധികൃതമായിട്ട് ഈ വാഹനങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചതായിട്ടും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മിനിഷ. ശരി സനോബ്.